എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. കുന്നംകുളം ക്രിസ്ത്യാനികളുടെ ജൂത പാരമ്പര്യം ഈ ഒരു വിഷയത്തിലൊരു സെമിനാർ ഈ ശനിയാഴ്ച കുന്നംകുളത്ത് വെച്ച് നടക്കുന്നു. കുന്നംകുളം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടക്കുന്നു. അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഞാൻ ഡോക്ടർ ഗീവർഗീസ് യൂലിയോസ്, കുന്നംകുളം ഓർത്തഡോക്സ് ഡയസിസിൻ്റെ അധ്യക്ഷൻ. ഡോക്ടർ മിനി കരിയപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അമല മെഡിക്കൽ കോളേജിലെ അനാറ്റമി സീനിയർ പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുന്നു. ഡോക്ടർ രാജൻ ചുങ്കത്ത്, അദ്ദേഹം ഈ DNA അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ പാരമ്പര്യങ്ങളെ പറയപ്പെട്ട പന്തരികുലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ റിസർച്ച് നടത്തുകയും DNA അവലോകനങ്ങളൊക്കെ നടത്തുകയും ഒരുപാട് ആ രംഗത്ത് എഴുതുകയും റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. ഫാദർ സ്റ്റീഫൻ ജോർജ് കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഫാദർ ഇയോബ് OIC ഇതുപോലെ ഒരു റിസർച്ചർ ആണ്. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, ചരിത്ര പഠനങ്ങൾ നടത്തുന്ന, യഹൂദ പാരമ്പര്യമുള്ള സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. എല്ലാവരും ഇന്ന് വന്നതിൽ സന്തോഷം. നിങ്ങളെ ശനിയാഴ്ചയിലേക്ക് പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. ഇത് ഈ പ്രോഗ്രാം ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡോക്ടർ മിനി കരിയപ്പ കൂടാതെ സാഹിത്യകാരന്മാരായ VK ശ്രീരാമൻ, TK രാമകൃഷ്ണൻ, വാസ്തുവിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മുൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മൈക്കിൾ തരകൻ, ഇവരൊക്കെ അതിൽ സംസാരിക്കും. ഡോക്ടർ ഹോർമിസ് തരകൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ ബെൻഹർ അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ ഒരു കൂടിച്ചേരലാണ്. ഇതിൻ്റെ ലക്ഷ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമുക്കത് മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ്. അതിലെ ഐതിഹ്യങ്ങൾ ചരിത്രമാണോ, അതിനെ ഒരു റിസർച്ച് വാല്യൂ ഉണ്ടോ, അതോ വെറുതെ പറഞ്ഞു നടക്കുന്നതാണോ? അപ്പോൾ ഈ മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് അത് നമ്മളൊന്നും വേറെ എന്തെങ്കിലും ഒന്ന് തെളിയിച്ചെടുക്കാനോ വംശീയത അല്ലെങ്കിൽ വംശീയ അതൊന്നുമല്ല. പക്ഷെ എന്താണ്, വേർ യു ആർ ഫ്രം, വട്ട് ഈസ് യുവർ ഒറിജിൻ, അങ്ങനെയുള്ളൊരു പഠനം. അതിപ്പോൾ ഒത്തിരി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് DNA സ്റ്റഡീസ്. അപ്പോൾ അതിലെ ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊജക്റ്റും, അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നുള്ളൊരു ഗ്രൂപ്പ് ഓഫ് DNA റിസർച്ചേഴ്സും ഒക്കെ കൂടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടർ രാജനും ഡോക്ടർ കരിയപ്പയ്ക്കും അച്ഛനും ഒക്കെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ പ്രസ് റിലീസ് നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അത് കവർ ചെയ്യുകയും വേണം. ഇത്രയും എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട്? ഈ പ്രാവശ്യം ചെയ്യുന്ന ടെസ്റ്റുകൾ ബ്ലഡ് കൊണ്ടായിരിക്കുകയില്ല. അത് നമ്മളുടെ ഉമിനീര് എന്ന് വെച്ചാൽ സലൈവ എടുത്തിട്ടാണ്. അത് ഇൻവേസീവ് ടെസ്റ്റ് ആവാതിരിക്കാനാണ്. സലൈവ എന്ന് പറയുമ്പോൾ ആർക്കും വളരെ എളുപ്പത്തിൽ കൊടുക്കുകയും ചെയ്യാം. ആ സമയത്ത് അത് നോൺ ഇൻവേസീവ് ആണ്. അകത്തൊന്നും ചെല്ലുന്നില്ല. നമ്മുടെ വായിന്ന് നമ്മളാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കൂടെ CBC, പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് കൂടി അവരുടെ സ്വന്തം ഇഷ്ടത്താൽ അവരുടെ ലാബ്, ഇഷ്ടപ്പെട്ട ലാബ്, പിന്നെ അടുത്ത ഉള്ള മലങ്കര ഓർത്തഡോക്സിൻ്റെ ഹോസ്പിറ്റലാണെങ്കിൽ കൂടുതൽ നല്ലത്, അവിടെ നിന്ന് എടുത്ത് ആ റിസൾട്ട് കൊടുത്താൽ അതും ഈ ജനറ്റിക് പ്രവണതകളും ആയിട്ട് ഒരു താരതമ്യപ്പെടൽ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 2 യൂണിവേഴ്സിറ്റികളാണ് അത് ചെയ്യുന്നത്. ഒന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും പിന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയും ആണ് അവർ ചെയ്യാൻ പോകുന്നത്. ഈ സലൈവ ടെസ്റ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം പോയിട്ട് പല പല ദേശങ്ങളിൽ നിന്നും അവർ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ റിസൾട്ടുകൾ പെട്ടെന്നാവില്ല. പക്ഷെ റിസൾട്ടുകൾ വരുമ്പോൾ അത് ഉന്നതമായിട്ടുള്ള സയൻറ്റിഫിക് ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യും.
പിന്നെ അത് നമ്മൾക്കും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു. ഡോക്ടർ പറഞ്ഞതിനോട് ഒരു വാക്കുകൂടി ചേർത്താൽ ഈ DNA കോഡ്സും നമ്മുടെ രോഗങ്ങളും തമ്മിലുള്ളൊരു ഒരു കണക്ഷൻ സ്റ്റഡീസ് കൂടെ സാധിക്കും. നമ്മളിപ്പോൾ DNA ചെക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പാരമ്പര്യം മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ടെസ്റ്റുകളും കൂടി ചെയ്താൽ ആർക്കാണ് എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള പ്രവണത ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ വ്യായാമമോ എന്തെങ്കിലുമൊക്കെ ക്രമീകരിച്ചാൽ ഈ ഡിസീസ് വരുന്നത് തടയാൻ പറ്റും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റഡി. ഓൺലി പാരമ്പര്യമായിട്ടാണെന്ന് വെച്ചാൽ അത് പാരമ്പര്യം അറിഞ്ഞു അത്രയേ ഉള്ളൂ. പക്ഷെ ഡിസീസുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇന്ത്യയിൽ കുറേ കൂടി ബെറ്റർ ഹെൽത്തി പീപ്പിൾ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ വീക്ഷണം. ആൻസിസ്ട്രൽ ലൈനേജ് ട്രേസ് ചെയ്ത് നമ്മളുടെ ഓരോരുത്തരുടെയും സലൈവയിൽ നിന്ന് എടുക്കുന്നത് നമ്മളുടെ ആ പോപ്പുലേഷനിൽ, ഇപ്പം ഞാൻ ഏത് വംശത്തിൽ നിന്ന് ബിലോങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഹോൾ പോപ്പുലേഷനിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ കെമിസ്ട്രിയിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ആ ആളുടെ ഡയറ്റ് മാത്രമല്ല ആ ഹോൾ സെറ്റ് ഓഫ് പീപ്പിൾ ഇതിൻ്റെ ഡയറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ആ ഒരു ഐഡിയ അവർ തരും. അതിനനുസരിച്ച് പോയാൽ നമ്മുടെ ഡിസീസ് ലോഡ് കുറയും. ഡിസീസ് ലോഡ് കുറഞ്ഞാലാണ് ഹെൽത്തി പോപ്പുലേഷൻ ഉണ്ടാവുക. ഹെൽത്തി പോപ്പുലേഷനാണ് ഫുള്ളി ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അസുഖം പിടിച്ചവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലാബിലേക്കും പോകാനും നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒഴിവാക്കി ഒരു ഹെൽത്തി പോപ്പുലേഷന് നമ്മൾക്ക് ഉണ്ടാക്കുക എന്നാണ് ഈ ടെസ്റ്റുകളുടെ മെയിൻ എയിം. ഒന്ന് പാരമ്പര്യം കണ്ടുപിടിക്കുക, 1, 2 ഒരു ഹെൽത്തി പോപ്പുലേഷനെ ഇന്ത്യക്ക് സമ്മാനിക്കുക. ഇതാണ് ഞങ്ങളുടെ സയൻറ്റിസ്റ്റുമാരുടെ എയിം. താങ്ക് യു. നമ്മുടെ നാടുകളിലെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ മനോഹരമായ ചില മിത്തുകളുണ്ട്. ആ മിത്തുകൾ ചരിത്രത്തിനോട് വളരെ അടുത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വളരെ രസകരമായിട്ടുള്ള അങ്ങനെ ഞാനൊരു ജന്മം കൊണ്ട് ഒരു കുന്നംകുളത്തുകാരനാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഞാനൊരു വെറ്ററിനറി ഡോക്ടറാണ്. ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരു രംഗത്താണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഞാനവിടെ ഈ തൃത്താല പട്ടാമ്പിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട പന്തിരുകുലം, ഇങ്ങനെ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ച് പറ്റ പന്തിരുകുലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കുറച്ച് സംഗീതം പഠിക്കാൻ വേണ്ടി പോയ ഒരു മന, അത് പിന്നീടാണ് അറിയുന്നത് അത് അഗ്നിഹോത്രിയുടെ മനയാണെന്ന്. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുനാഥൻ അഗ്നിഹോത്രിയുടെ പിൻഗാമിയാണ്. അവിടെ നിന്ന് കിട്ടിയ അറിവാണ് അവരുടെ ബന്ധുക്കളായിട്ടുള്ളത് പറയ സമുദായമുണ്ട്, മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുണ്ട്, നായരുണ്ട്. അങ്ങനെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊരു ഫെലോഷിപ്പ് കിട്ടി, ക്രിയേറ്റിംഗ് ഹിസ്റ്ററി ഫ്രം ദ ലെജൻഡ്, പറയപ്പെട്ട പന്തിരുകുലം. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേക താല്പര്യം എടുത്തിട്ട് ഇവർ ഈ പറയുന്നത് മുഴുവൻ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ 2 കാര്യം, അതിന് കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോയാലും വേണ്ടില്ല എന്നുള്ള നിലയ്ക്ക് ഇവരുടെ DNA പരിശോധന നടത്താം. വെരി എക്സ്പെൻസീവാണ്. ഒരു ബ്ലഡ് സാമ്പിൾ നോക്കാൻ അന്ന് 25,000 രൂപ ചാർജ് വരെയായിരുന്നു. ഒരു 250 ബ്ലഡ് സാമ്പിളെങ്കിലും നോക്കുക. എൻ്റെ ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി അവർ ഫ്രീ ഓഫ് കോസ്റ്റ് എനിക്കിത് ചെയ്തു തന്നു. ഈ 11 കുടുംബങ്ങളിൽ നിന്നും 5 മെയിൽ മെമ്പേഴ്സിൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തിട്ടായിരുന്നു അന്ന് പഠനം നടത്തിയത്. അന്ന് ഫീമെയിൽ DNA അറിയാൻ അത്രയ്ക്ക് വളർന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, 2004. ഇപ്പോൾ ഫീമെയിൽ DNA കൂടി പരിശോധിക്കാൻ പറ്റും എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ പഠനത്തിൽ എന്നെ അതിശയിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ DNA-യും പെരുന്തച്ഛൻ്റെ DNA-യും സെയിം ഹാപ്ലോ ഗ്രൂപ്പാണ്. ഒരു വിധത്തിലും ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. പെരുന്തച്ഛൻ്റെ ഫാമിലി കിടക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. നാറാണത്ത് ഭ്രാന്തൻ്റെ അവർ ഭട്ടതിരിമാരാണ്, അവരുടെ താമസം തൂതപ്പുഴയുടെ തീരത്താണ്. ഇവർ രണ്ടും ഒരു DNA ആണെന്ന് അറിഞ്ഞോടുകൂടി നമ്മുടെ ഇതിനോട് പറയുമ്പോൾ നമുക്ക് വരരുചിയുടെ DNA ഇല്ല, കമ്പയർ ചെയ്യാനൊന്നും നമ്മുടെ കയ്യിൽ സാധനമില്ല. ഈവൻ ദെൻ ഇത്രയും 1800 കൊല്ലത്തിന് ശേഷം ഒരേ DNA കണ്ടെത്തിയത് നമുക്കൊരു
വലിയ പോസിറ്റീവായിട്ടാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കണക്കിലെടുത്തത്. അതുപോലെ ഈ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ മനയുടെ കാർബൺ ഡേറ്റിംഗ് നടത്തി. നമ്മളെയൊക്കെ അതിശയിപ്പിക്കും. 1600 ±100 ഇയേഴ്സ് എന്നാണ് ഔദ്യോഗികമായി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ പഠനം തുടങ്ങുമ്പോൾ ഇതൊരു മിത്തായിരുന്നു. പക്ഷേ പഠനത്തിൻ്റെ അവസാനം ഇതിപ്പോൾ ചരിത്രത്തിനോടാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്. ഇതേ സെയിം പ്രശ്നം തന്നെയാണ് നമ്മുടെ ഈ സെയിൻറ്റ് തോമസ് ഐതിഹ്യം. നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് തോമസ് ലീഗ AD 52 വന്നു, നമ്പൂതിരിമാരെ ക്രിസ്ത്യാനികളാക്കി അവരുടെ പിൻഗാമികളാണെന്നാണ്. പക്ഷെ മാഡം പറയുന്നു, മാഡം നടത്തിയ കുന്നംകുളത്ത് നടത്തിയ DNA പരിശോധനയിൽ 78 DNA പരിശോധിച്ചതിൽ 70 ജൂതന്മാരുടെ DNA ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ AD 52 കേരളത്തിൽ നമ്പൂതിരിമാരില്ല എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. 8-ാം നൂറ്റാണ്ടിലാണ് നമ്പൂതിരിമാർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഈ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ തിരുമേനിയുടെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് അതിൻ്റെ ചുമതല നമ്മുടെ ഭദ്രാസനം അങ്ങ് ഏറ്റെടുക്കാം. അങ്ങനെയാണ് ഒരു ദിവസം എമിനൻ്റ് ആയിട്ടുള്ള 3 പേപ്പേഴ്സ് മോർണിംഗിലും 3 പേപ്പേഴ്സ് ഈവനിങ്ങിലും, ഒരു 1 ഡേ അവർക്ക് ഭക്ഷണം എല്ലാം താമസ സൗകര്യം പോലെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇതിൽ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും, നമുക്ക് ആർക്കും നിർബന്ധിക്കുന്നില്ല, അവരുടെ പൈതൃകത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ അത് നിങ്ങളെ അറിയിക്കുക. ഇനി നിങ്ങൾ ഇപ്പോൾ പൈതൃകത്തിന്റെ കാര്യം പറയുമ്പോൾ മുമ്പൊക്കെ ഫാദറിന്റെ പൈതൃകം മാത്രമാണ് ചെക്ക് ചെയ്യാറുള്ളൂ. ഫാദറിന്റെ ഫാദർ ആരാണ്, അതിന്റെ ഫാദർ ആരാണ്, അങ്ങനെ ആദം വരെ പോകും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇപ്പോഴത്തെ നമുക്ക് പുതിയ കുറെ കൂടി ടെക്നോളജി ബെറ്റർമെന്റിനെ കുറിച്ച് അത് കാരണം നമുക്ക് മാട്രിലീനിയലും കിട്ടും. എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മമാരായിരുന്നു, അതിന്റെ അമ്മമാരായിരുന്നു, ഹൗവ വരെ പോകും. ബോത്ത് ഇപ്പോൾ പൈതൃകം നമ്മൾ ഫാദറിന്റെ മാത്രമല്ല മദറിന്റെ കൂടി നമ്മൾക്ക് ഇപ്പൊ ചെയ്യാനുള്ള ഇതുണ്ട്. അതനുസരിച്ച് ഞാൻ പണ്ട് എടുത്ത 2500 സാമ്പിൾ ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ജൂതം അരിഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഉണ്ടായിരുന്നവര് ഈ നമ്പൂതിരികളടക്കം ജൂതന്മാരാണ്. അതാണ് അതിന്റെ കേസ്. അപ്പൊ എന്റെ ബ്ലഡ് സാമ്പിൾ ഞാൻ എടുക്കുമ്പോൾ കുറെ പേര് എനിക്ക് ബ്ലഡ് കൊണ്ടു. എന്റെ ഫാമിലി എനിക്ക് തരാനും സമ്മതിച്ചില്ല, പക്ഷെ എനിക്ക് കുറെ പേര് കൊണ്ടു തന്നു. അപ്പൊ ഞാൻ അവരെയൊക്കെ എന്റെ ബ്രദേഴ്സ് ആയിട്ടാണ് സിസ്റ്റേഴ്സ് ആയിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എനിക്ക് തരാത്തിരിക്കുമ്പോൾ എനിക്ക് വേറെ ആൾക്കാർ കൊടുക്കുന്നത് അവരാണ് എന്റെ ബ്രദേഴ്സ്. പക്ഷെ അവരിൽ കുറെ പേര്, കുറച്ച് പേര് നോർത്ത് ഈസ്റ്റിലെ ട്രൈബ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേര് ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. അപ്പൊ അവർ കൊണ്ട് തരുമ്പോൾ എനിക്ക് വേണ്ട പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തു ചെക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് ഈ ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞ് ഇവിടെ വസിച്ചിരുന്ന ആൾക്കാരും അവർ ആക്ച്വലി ജൂതന്മാരാണ്. അവരവിടുന്ന് ലാൻഡ് വഴി വന്നതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാരെ ബ്രാഹ്മണ കുലങ്ങളിൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. മാത്രമല്ല അവർ കോലിടുമ്പോൾ അതിൻ്റെ ഉള്ളില് ആ ഇസ്രായേലിന്റെ സ്റ്റാർ ഇടും. ഏത് കോലിടുമ്പോഴും ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ പോയി നോക്കി ആദ്യം ആ സ്റ്റാർ 6 പോയിന്റ് സ്റ്റാർ ആദ്യം അവർ ഇട്ടിട്ടേ കോലിടുള്ളൂ. അപ്പൊ അവർക്കും അറിയാം അവർ ജൂതന്മാരാണ്. ദാറ്റ് ഈസ് കെപ്റ്റ് സീക്രട്ട്. ബിക്കോസ് അവർ വന്ന സമയത്ത് അവർ വല്ലാതെ സീക്രറ്റീവ് ആയിട്ടാണ് ഇന്ത്യക്ക് വന്നത്. അവർക്ക് പൈതൃകം അറിയിക്കാതെയാണ്. പിന്നെ അവര് ഹോൾ ഗോഡിനെ മാത്രമാണ് അവർ ആക്ച്വലി ബിലീവ് ചെയ്യുന്നത്. വൺ ആൻഡ് ഓൺലി ഗോഡിനെ മാത്രമാണ് അവർ ബിലീവ് ചെയ്യുന്നത്. ഫോംലെസ്, തൂണിലും തുരുമ്പിലും ഞാൻ ഉണ്ടെന്ന് പറയുന്ന ഗോഡിനെയാണ് അവർ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ പിന്നെ ഈ മുസ്ലിംസും കുറെ പേരൊക്കെ ഈ പറഞ്ഞ ജൂത പാരമ്പര്യമുള്ളവരുണ്ട്. സോ ഇത് റിലീജിയസ് സ്റ്റഡി അല്ല, എല്ലാവരുടെയും പാരമ്പര്യം ചെക്ക് ചെയ്യാവുന്ന എന്തൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തോ അതും ഹൈഡ് ചെയ്യാത്തതും ഒക്കെ DNA പ്രൂവണായിരിക്കും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. താങ്ക് യു. നിങ്ങൾക്കൊരു പ്രസ് റിപ്പോർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ വിഷയത്തിൽ, കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സിനെ കാണുന്നുണ്ട്, ഈ വിഷയത്തിൽ റിസർച്ചറായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഫുൾ ടൈമിൽ ആ സെമിനാറിലേക്ക് ശനിയാഴ്ച ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞ പോലെ 6 പേപ്പേഴ്സ് ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. അതുപോലെ ഈ ഇത് സലൈവ നമുക്ക് ടെസ്റ്റിന് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് ഇതും പ്രഥമമായി കുന്നംകുളത്ത് ഇങ്ങനെ ഒരു ചരിത്ര
ത്തിൻ്റെ ആഴമേറിയ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടത്തപ്പെടുന്നത്. ഒന്നോളം ഞങ്ങൾ സുഹൃത്തുക്കൾ പറയാറുണ്ട്, നസ്രാണികളുടെ ഒരു വലിയ കേന്ദ്രം പറയാറുണ്ട്. 40-ലധികം വരുന്ന വിവിധ ക്രൈസ്തവ സഭകളുടെ ആരാധനാലയങ്ങൾ ഒരു 6 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്ന സ്ഥലം കുന്നംകുളം പട്ടണം. ക്ഷേത്രങ്ങളും മുസ്ലിം മോസ്കുകളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തക്കവണ്ണം സാധിക്കുന്നത് സന്തോഷകരമാണ്. തീർച്ചയായും നിങ്ങൾ അവിടെ വരണം, മാക്സിമം ഹൈലൈറ്റ് ചെയ്യാൻ തക്കവണ്ണം ഉത്സാഹിക്കണമേ എന്ന് ഈ പ്രസിനോട് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ആ